ഹായ് ഗൈസ്, 3 ദിവസം കൂടി കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം ആണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാം. ഓൾസോ എങ്ങനെ നിങ്ങൾക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ ഫുൾ മാർക്കിലേക്ക് എത്താം. പിന്നെ ഒരു കാര്യം, എനിക്ക് കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിൽ ഫുൾ മാർക്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ ടിപ്സൊക്കെ എന്നെ സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുക. ഈസി ചാപ്റ്റേഴ്സും ഹാർഡ് ചാപ്റ്റേഴ്സും. സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഹാർഡ് ചാപ്റ്റേഴ്സും നാളെ ഈസി ചാപ്റ്റേഴ്സും പഠിക്കുക. സമയമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇന്ന് ഈസി ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. ഈസി ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇന്ന് നല്ലോണം ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നാളെ എന്നിട്ട് ഹാർഡ് ചാപ്റ്റേഴ്സ് പഠിക്കാം. ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടാനുണ്ടോ അത് മുഴുവൻ ഇരുന്ന് ചെയ്യുക. കാരണം എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. എന്തെങ്കിലും കാര്യം ബാക്കി പഠിക്കാനുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം എടുക്കുക. ബിസിനസ് സ്റ്റഡീസിൽ ഒരുപോലെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫീച്ചേഴ്സ്, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. കാരണം ഫംഗ്ഷൻസിന് കൊണ്ടുപോയിട്ട് ഫീച്ചേഴ്സോ കോൺസെപ്റ്റ്സോ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല. മേ ബി 1-2 മാർക്ക് കിട്ടിയെന്ന് വരാം, കാരണം കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് എഴുതി വെക്കുക. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഫീച്ചേഴ്സ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. അപ്പം ഇതൊക്കെ ചോദ്യങ്ങളാണ്. ലാസ്റ്റ് ഡേ നിങ്ങൾ റിവിഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് പഠിച്ചത്, എന്താണ് പഠിക്കാത്തതെന്നൊന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ചില വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മേ ബി ഒരു സെൻറ്റൻസിനെ കംപ്ലീറ്റ് ആക്കാൻ തക്കത്തിലുള്ള വേർഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കൊരു ഇംപ്രഷൻ വരുത്തുന്ന രീതിയിലുള്ള വേർഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ വേർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ എംഫസൈസ്, പെർസ്വേഡഡ്, അങ്ങനത്തെ കുറച്ച് വാക്കുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് കോഡുകൾ ഉണ്ടാക്കി വെക്കുക. എനിക്ക് തീരെ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കുറേ കോഡ് ഉണ്ടാക്കി വെക്കും. ആ കോഡ് വായിച്ചാൽ രസം ഉണ്ടാവണമെന്നില്ല. ആ കോഡ് ചിലപ്പം വേറെ ആൾക്ക് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കുക. ആൻഡ് ആ കോഡ് ബൈ ഹാർട്ട് ചെയ്യുക. അവസാനം പരീക്ഷ ഹാളിൽ പോയിരുന്നിട്ട് കോഡ് എന്തായിരുന്നു എന്ന് മറന്നു പോയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അനുഭവം ഗുരു. സോ ഇതൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സ്. ബൈ ദ വേ, ഈ മൈക്ക് എൻ്റെതല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെതാണ്. ഇന്ന് ഞാൻ ഹാർഡ് ചാപ്റ്റേഴ്സാണ് മുഴുവൻ ഇരുന്ന് പഠിക്കുന്നത്. ആൻഡ് ഓൾസോ നാളെ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റഡി വ്ലോഗ്. അപ്പം അതെല്ലാവരും പോയി കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.